പ്രായമായി ഞാനീ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അടങ്ങിയിരിക്കരുത്. നിങ്ങൾ വീണ്ടും കച്ചമുറുക്കണം. നിങ്ങൾ വീണ്ടും കച്ചമുറുക്കണം. ഈ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ, ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ കച്ചമുറുക്കണം. മരണം വരെ ജീവിച്ചിരിക്കണം, മുന്നോട്ട് പോകണം. സോഫോക്ലീസിനെതിരായിട്ട് റിപ്പബ്ലിക്കൻ കോടതിയിൽ മകൻ കേസ് കൊടുത്തു. മകൻ കേസ് കൊടുത്തത് അച്ഛന് വയസ്സായി, കണ്ണും കാതും പോയി, എന്നെ താക്കോലേൽപ്പിക്കണമെന്നായിരുന്നു. റിപ്പബ്ലിക്കൻ കോടതി സോഫോക്ലീസിനെ നോട്ടീസ് അയച്ച്, സമൻസ് അയച്ചു വരുത്തി. അദ്ദേഹം പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുകയാണ്. ആ റിപ്പബ്ലിക് ഉണ്ടാക്കിയ ആളാണ് ഈ സോഫോക്ലീസ്. അതിന്റെ ആദ്യത്തെ പ്രതിക്കൂട്ടിൽ സോഫോക്ലീസ് കയറിയിരിക്കുന്നു. നീണ്ട താടി തൊഴിഞ്ഞ് അനാകുലനായിരിക്കുന്നു. ഏതൻസിന്റെ തെരുവുകളിലൂടെ വന്ന കാറ്റ് അദ്ദേഹത്തിന്റെ നരച്ച താടികളെ ഇളക്കിക്കൊണ്ട് കടന്നുപോയി. അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞത്, മകനേ, ഞങ്ങൾ തൻ കർമ്മപദങ്ങളിൽ നിൻവലങ്കാൽ വെച്ചു കരേറു നീ. ഞങ്ങളുടെ വഴിയിലൂടെ വരൂ, പക്ഷേ അത് താനിരിക്കും മഹാവൃക്ഷശാഖ വെട്ട് മുറിപ്പവൻ, തനിക്ക് പാൽ തരും ഗോവിന മാംസമോർത്തു വധിപ്പവൻ, നൗക മഹാനദിയെ ധിക്കരിക്കുമ്പോലാകരുതെന്നാണ്. നൗക, തോണിയും പുഴയും തമ്മിലൊരു തർക്കം നടന്നു. ആരാണ് പ്രഗത്ഭനെന്നായിരുന്നു തർക്കം. ആ തർക്കത്തിൽ വിജയിച്ചത് തോണിയാണ്. കാരണം തോണിയുടെ വാദമായിരുന്നു ശരി. ആരാണ് മേലെ, ആരാണ് താഴെ? തോണി പറഞ്ഞു, ഞാൻ മേലെയും പുഴ താഴെയുമല്ലേ, അപ്പൊ ഞാനല്ലേ പ്രഗത്ഭൻ. അങ്ങനെ തോൽവി സമ്മതിച്ച പുഴ വറ്റിക്കളഞ്ഞു. പുഴ വറ്റിയ പിന്നെ തോണിക്ക് എന്ത് പ്രസക്തി? നിങ്ങളൊരു പുഴയാണ്. പുതിയ തലമുറ അതിലൊഴുകുന്ന തോണി മാത്രമാണ്. ആ തോണി പുഴയില്ലെങ്കിൽ നിൽക്കില്ല. സംസ്കാരം എന്ന് പറയുന്നത് ഒരു പ്രസന്റ് ടെൻസ് അല്ല, അതൊരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസാണ്. അത് ഭൂതകാലത്തിൽ നിന്നൊഴുകി വർത്തമാന കാലഘട്ടത്തോട് പ്രതികരിച്ച് ഭാവിയിലേക്ക് ഒഴുകുന്നതാണ് സംസ്കാരം എന്ന് പറയുന്നത്. മനുഷ്യനെന്ന് പറയുന്നതാണ്. പക്ഷെ മൃഗാദികളിൽ നിന്ന് മനുഷ്യൻ വ്യത്യസ്തനായിരിക്കുന്നത് അവന്റെ ശരീരഘടന കൊണ്ടല്ല, അവന്റെ സാംസ്കാരിക ഘടന കൊണ്ടാണ്. എന്താണ് മനുഷ്യൻ എന്നതിനൊരു നിർവചനം കൃത്യമായി പറഞ്ഞാൽ, ഭൂതകാലത്തിന്റെ അറിവുകളിൽ നിന്നും ഓർമ്മകളിൽ നിന്നും ഊർജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഒരച്ച് കത്തിച്ച് അതിന്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനെയാണ് മനുഷ്യൻ എന്ന് പറയുക. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുക. ഭൂതകാലത്തിന്റെ അറിവുകളിൽ നിന്നും ഓർമ്മകളിൽ നിന്നും ഊർജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഒരച്ച് കത്തിച്ച് അതിന്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനെ മാത്രമാണ് മനുഷ്യൻ എന്ന് പറയുക. ആ ആന്തരിക വെളിച്ചാണ് പ്രധാനം. മനുഷ്യൻ അകത്തുമുണ്ട് പുറത്തുമുണ്ട് വെളിച്ചം. പുറത്ത് വെളിച്ചം തരുന്ന ആളാണ് നിങ്ങളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കൃഷ്ണൻകുട്ടി, ഇലക്ട്രിസിറ്റി മന്ത്രിയാണ് അല്ലേ? പുറത്ത് വെളിച്ചം തരുന്ന ആളാണ്. അകത്ത് വെളിച്ചം തരുന്നവൻ ആര്? ഇതാണ് ചോദ്യം. ഈ അകത്ത് വെളിച്ചം തരുന്നവൻ, അവനെ കണ്ടെത്താനുള്ള യാത്രയിലാണ് ഭാരത സംസ്കാരം വളർന്നു വന്നത്. സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് യാത്ര ചെയ്തിട്ട് നിശേഷ സത്യം എന്താണ്? ഉപനിഷത്ത്. മനസ്സിലായോ? ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഭാരതത്തിൽ ഉപനിഷത്തുകൾ ഉണ്ടായിരുന്നു. വയലാർ രാമവർമ്മയുടെ സർഗസംഗീതത്തിലെ ആദ്യത്തെ